ലൈഫിലും ഡിസപ്പോയിൻമെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻസ് കാരണം തന്നെയാണ്. ഈ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ എന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നു, അപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും എല്ലാം ഒഴിവായിപ്പോയി സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. അപ്പം ഒഴിവാക്കേണ്ട 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഒരിക്കലും ഈ 7 കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇക്കാര്യങ്ങൾ നിങ്ങൾ അവരിൽ നിന്നും ആഗ്രഹിക്കാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എഗ്രി ചെയ്യണമെന്നുള്ള ആ ഒരു തോട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നതിലേറെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, അല്ലെ എക്സ്പെക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. കാരണം എല്ലായിടത്തും ഉണ്ടാകും നെഗറ്റീവായിട്ടുള്ള ആളുകൾ. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ അവർക്ക് വേണ്ടി വളരെ സഹായം ചെയ്യുന്നുണ്ടാവാം, എല്ലാവരോടും കൈൻഡായിട്ട് പെരുമാറുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാകാം. എന്നാലും ആളുകൾക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ടോ? നിങ്ങൾ അവിടെ നിൽക്കേണ്ട ആളല്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ തെറ്റ്. നാലാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണോ അയാളെ കുറിച്ച് ചിന്തിച്ച് വെച്ചിട്ടുള്ളത് അല്ലെ കരുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആ ആളെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്നുള്ളതാണ്.